ശ്രീ ജോസുകുട്ടി, ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ പൊലിഞ്ഞു കഴിഞ്ഞോ? 2, അമേരിക്ക ഇത് കൃത്യമായി ടൈം ചെയ്തതാണ്. ഒരിക്കലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ മുൻകൂട്ടി പറയും എന്ന് നമുക്ക് കരുതുക വയ്യ. പക്ഷേ അമേരിക്ക ഇടപെടാതിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുത്ത ശേഷം സ്ട്രൈക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്ലോബൽ പൊളിറ്റിക്സ്? ഇതിന് ഗ്ലോബൽ പൊളിറ്റിക്സിൽ 2 തരത്തിലുള്ള ഇമ്പാക്റ്റാണുള്ളത്. ഒന്ന്, പ്രാദേശികമായി പറയുമ്പോൾ അത് ഇറാൻ്റെ ആണവശേഷിയിലും പശ്ചിമേഷ്യയിലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. മറ്റൊന്ന്, ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്ക എന്താണെന്നും അമേരിക്കയുടെ ലോക രാഷ്ട്രീയത്തിലുള്ള മേധാവിത്വം എന്താണെന്നും 2 തലങ്ങളിൽ ഇതിനെ നമുക്ക് പരിശോധിക്കാം. ആദ്യം ചോദിച്ചത്, ഇത് ഇറാൻ്റെ ആണവശേഷിയെ ഇല്ലാതാക്കുമോ? നിലവിലത്തെ അവസ്ഥ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട 3 ആണവ നിലയങ്ങളും തകർക്കപ്പെട്ടു അല്ലെങ്കിൽ തകർന്നു എന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. അത് ഒരു പരിധിവരെ ശരിയുമായിരിക്കും. കാരണം അവർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആണവ നിലയങ്ങൾക്ക് ഏറ്റിരിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ പരുക്ക് എന്ന് പറയുന്നത് അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ച് കൊണ്ടുവരുന്നതിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പല വർഷങ്ങൾ പിന്നോട്ടടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ആശയപരമായിട്ടുള്ള അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഇപ്പോഴും ഇറാന് അറിവുള്ളതാണ്. അത് എപ്പോഴെങ്കിലും ശേഷി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സൈനിക അക്രമത്തിൽ വളരെയധികം ദുർബലമായിരിക്കുന്ന ഇറാന് ഉടനെ എങ്ങും ഇനിയൊരു ആണവ ശേഷിയിലേക്ക്, അതായത് നിലവിലുണ്ടായിരുന്ന ഒരു കണക്കൂട്ടൽ പ്രകാരം അവർക്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെയൊക്കെ ഒരു ആണവായുധം ഉണ്ടാക്കുവാൻ ശേഷി ഈ യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പലരും വിലയിരുത്തിയിരുന്നത്. ഇനി എന്തായാലും ഈ അക്രമത്തോടുകൂടി അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാന് സാമ്പത്തികമായും മറ്റ് ഭൗതികമായും ഒക്കെ വളരെയധികം നഷ്ടങ്ങൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറി കേന്ദ്രങ്ങൾ വരെ ഈ അക്രമത്തിൽ നശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ വളരെ വളരെ ദുർബലമായിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സാമ്പത്തികമായി ദുർബലമായിരിക്കുന്നു, ആണവശേഷിയിൽ വളരെയധികം പിന്നോട്ടടിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു അക്രമത്തോടുകൂടി. ഇനി സാമ്പത്തികമായി പുരോഗതി വന്നാൽ മാത്രമേ ആണവശേഷി കൈവരിക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ഇനി ഇറാൻ ഒരു കരാറിലേക്ക് ചെല്ലുമ്പോൾ, ആണവ ആയുധ നിർമ്മിക്കുവാനുള്ള കരാറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ ഈ സാമ്പത്തിക ഉപരോധം പിൻവലിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ഇന്ന് ഇറാൻ പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും സുരക്ഷാ പ്രതിസന്ധിയിൽ നിന്നും ഒക്കെ ഇറാന് കയറി വരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഇറാൻ്റെ അഭിമാനത്തിലും ഇറാൻ്റെ സാമ്പത്തിക സൈനിക ശേഷിയിലും ആണവ ശേഷിയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോട് ചേർത്ത് പറയാവുന്നതാണ് പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ഇതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്. പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആ പ്രദേശത്തെ ഒരു രാജ്യവും ഇറാൻ ഒരു ആണവ ശക്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇത്തരത്തിലുള്ള അക്രമം നടത്തിയിട്ടും തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങൾ, പ്രധാനമായും അറബ് രാജ്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിനോട് പ്രതികരിക്കേണ്ടതാണ്. അവർ വെറും സാങ്കേതികമായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള അപലപനത്തിനപ്പുറത്ത് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഇതിനെ അപലപിച്ചു. പക്ഷേ ഇറാൻ്റെ ആണവായുധ ശേഷി അല്ലെങ്കിൽ ഇറാൻ ആണവായുധ ശേഷി കൈവരിക്കുന്നതിന് ഈ രാജ്യങ്ങൾ ആരും പിന്തുണയ്ക്കുന്നില്ല. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നില്ല, ചൈന പിന്തുണയ്ക്കുന്നില്ല. അതിലൊക്കെ ഉപരിയായിട്ട് സൗദി അറേബ്യ, UAE, ടർക്കി, ഈജിപ്റ്റ്, മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ പിന്തുണയ്ക്കുന്നില്ല. അപ്പം ഇതൊരു നല്ല കാര്യമായിട്ടാണ് അവർ അടിസ്ഥാനപരമായി കാണുന്നത്. പക്ഷേ ഈ ഒരു അക്രമം എല്ലാ നിയമങ്ങളും, എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് നടത്തിയിരിക്കുന്ന അക്രമത്തെ അപലപിക്കാതെ തരമില്ലല്ലോ. അതിനപ്പുറത്ത് അവർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തന്ത്രപരമായ നിലവിൽ ഇത് ആഘോഷിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ, പശ്ചിമേഷ്യയിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള അക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യതയില്ല. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം, അമേരിക്ക എന്താണോ പശ്ചിമേഷ്യയിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുകയാണ്. കാരണം എന്താണ്?
പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു എന്നുള്ള വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ശേഷിയിൽ കുറവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അക്രമം ഇത്രയും നിയമലംഘനം നടത്തിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറി അവരുടെ ആണവശേഷി നശിപ്പിക്കുവാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? ഇസ്രായേലിന് എന്ത് അവകാശമാണുള്ളത്? അതായത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രങ്ങൾ ഇറാനുമേട് നടത്തിയിരിക്കുന്ന അക്രമത്തെ അപലപിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റ് ലോക രാഷ്ട്രങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത് റഷ്യയുടെ പ്രതികരണം, ചൈനയുടെ പ്രതികരണം എല്ലാം അപലപനീയം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ മേധാവിത്വം പശ്ചിമേഷ്യയിൽ ഒന്നുകൂടി ഇത് ഉറപ്പിക്കുന്നു, ഇറാനെ ദുർബലമാക്കുന്നു. അതാണ് ആഗോള അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇതിനപ്പുറം ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഇസ്രയേലിനെ ഇതിന് പ്രകോപിപ്പിച്ചത്, എന്താണ് അമേരിക്കയ്ക്ക് പ്രകോപനമോ പ്രചോദനമോ ആയത് ഇത്തരം ഒരു നടപടിയിലേക്ക് എന്നുള്ളതിലേക്ക് വരാം.